ബിറ്റ്കോയിന്റെ കേസിൽ ഒരു കീ ലെവൽ സപ്പോർട്ട് ആയിരുന്നു 32,000 USDT ആൻഡ് ഓഫ് കോഴ്സ് 25,60,000 rupees. But unfortunately, whales are dumping their Bitcoin holdings. So ഈ ഒരു സമയത്ത് നിങ്ങൾ മാർക്കറ്റിലേക്ക് എൻ്റർ ആവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ you don't want to miss this key level support. Otherwise, നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. If you can find out these key level support in Bitcoin chart, definitely you can make a lot of money in this dump. We are the fastest growing Malayalam cryptocurrency community in South India. മലയാളത്തിൽ ഡെയിലി ക്രിപ്റ്റോ അപ്ഡേറ്റ്സ്, ന്യൂസ്, ചാർട്ട് അനാലിസിസ്, പ്രൈസ് പ്രൊഡിക്ഷൻ ലഭിക്കുന്ന ദ വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ. സൺഡേ സ്പെഷ്യൽ ലൈവ് സ്ട്രീം, എമർജൻസി ലൈവ് അപ്ഡേറ്റ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ടേൺ ഓൺ ദ നോട്ടിഫിക്കേഷൻ ബെൽ. തികച്ചും സൗജന്യമായ ക്രിപ്റ്റോയ്ക്കായി ചെക്ക് ഔട്ട് ദ ഡിസ്ക്രിപ്ഷൻ. ലെറ്റ്സ് ലേൺ ആൻഡ് ഏൺ ടുഗദർ. നിങ്ങൾ മാർക്കറ്റിലേക്ക് എൻ്റർ ആവുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട രണ്ട് ഫാക്ടേഴ്സ് ഫണ്ടമെന്റൽസ് ആൻഡ് ടെക്നിക്കൽസ് ആണ്. ഫണ്ടമെന്റൽസ് ടെക്നിക്കൽസിനെ സപ്പോർട്ട് ചെയ്യുകയും ടെക്നിക്കൽസ് ആണ് ഒരു പ്രൈസ് ആക്ഷനെ കൂടുതലും എഫക്ട് ചെയ്യുന്നത്. സോ ഫണ്ടമെന്റൽസ് എന്ന് പറയുന്നത് ന്യൂസ് ആവാം, ഇവന്റ്സ് ആവാം, പ്രോഗ്രാംസ് ആവാം, പുതിയ പുതിയ അപ്ഡേറ്റ്സ് ആവാം, മെയിൻനെറ്റ് ലോഞ്ചുകളാവാം. ബട്ട് ഓവറോൾ എടുക്കുന്ന സമയത്ത് ടെക്നിക്കൽസ് ആണ് ഒരു പ്രൈസ് ആക്ഷനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ വരയ്ക്കുന്ന വരെയും ഈ ലോകത്തുള്ള വ്യക്തികൾ വരയ്ക്കുന്ന വരെയും അവർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സപ്പോർട്ടും റെസിസ്റ്റൻസും എല്ലാം ഓൾമോസ്റ്റ് സെയിം ആയതുകൊണ്ട് തന്നെ ഒരു 80-20 പ്രിൻസിപ്പിളിൽ വേണം നിങ്ങളെ ചാർട്ട് അനാലിസിസും അതുപോലെ തന്നെ നിങ്ങളെ എൻട്രി പോയിന്റും എക്സിറ്റ് പോയിന്റും നിങ്ങൾ ഡിസൈഡ് ചെയ്യാനായിട്ട്. 80% ടെക്നിക്കൽസിനും 20% ഇമ്പോർട്ടൻസ് ഫണ്ടമെന്റൽസിന് കൊടുക്കേണ്ടതാണ്. സോ ഞാൻ ബിറ്റ്കോയിന്റെ കേസിലാണെങ്കിലും മറ്റേത് കോയിൻസിന്റെ അപ്ഡേറ്റ് എടുക്കുന്ന സമയത്താണെങ്കിലും എന്റെ റുട്ടീൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ബിറ്റ്കോയിന്റെ ചാർട്ടും INR-ലും USDT-ലും അടുത്ത കീ ലെവൽ സപ്പോർട്ടും നിങ്ങൾക്ക് വേണ്ട എൻട്രി പോയിന്റും ഞാൻ മെൻഷൻ ചെയ്ത് തരാം. ദി 80-20 പ്രിൻസിപ്പിൾ, ദാറ്റ് ഈസ് 80% ടെക്നിക്കൽസിനും 20% നമ്മളുടെ ഫണ്ടമെന്റൽസിന് കൊടുക്കുന്നതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ടെക്നിക്കൽ സൈഡ് നമ്മൾക്ക് അറിയുമെങ്കിൽ, ദാറ്റ് ഈസ് സപ്പോർട്ടും റെസിസ്റ്റൻസും നെക്സ്റ്റ് ടാർഗറ്റ്സുകളും നമുക്ക് അറിയുമെങ്കിൽ ഫണ്ടമെന്റൽസ് എത്രത്തോളം ആ ഒരു പ്രൈസിനെയും ആ പ്രൈസ് ആക്ഷനെയും സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. സോ എന്റെ റൂട്ടീൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യുക. ഇൻ ദ ബിഗിനിങ് നമ്മൾ ടെക്നിക്കൽസ് നോക്കും, ചാർട്ടിലെ നെക്സ്റ്റ് മൂവ്മെന്റ്സ് കാര്യം പ്രിഡിക്ട് ചെയ്യും. അതുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസോ അപ്ഡേറ്റ്സോ ഇവന്റ്സോ കാര്യങ്ങളോ ഇന്ന് മാർക്കറ്റ് ലൈവ് ആയിട്ടുണ്ടോ നോക്കും. കോയിൻ ടെലിഗ്രാഫിൽ ഇപ്പൊ ബിറ്റ്കോയിന്റെ അപ്ഡേറ്റ് 1 hour മൂവ് വന്നിട്ടുണ്ട്. ബിറ്റ്കോയിൻ പ്രൈസ് ഡിപ്സ് ബിലോ ക്രൂഷ്യൽ 33K സപ്പോർട്ട് ആസ് ബിറ്റ്ഫിനെക്സ് ഷോർട്ട് ജംപ് ബൈ ഓവർ 5,000 ബിറ്റ്കോയിൻ. സോ ഏകദേശം 5,000 ബിറ്റ്കോയിൻ ഡംപ് ചെയ്ത് ഷോർട്ട് സെല്ല് ചെയ്ത് വീണ്ടും ബൈ ചെയ്തിട്ടുള്ള ഒരു മൊമെന്റ് ആണ് ബിറ്റ്ഫിനെക്സ് എക്സ്ചേഞ്ച് നടന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 31 സപ്പോർട്ടിലേക്ക് റീടെസ്റ്റ് എടുക്കാനായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ബിറ്റ്കോയിന്റെ പ്രൈസ്. ആൻഡ് യെസ്, ഈ ഒരു അപ്ഡേറ്റ് കണ്ടതിന് ശേഷം നിങ്ങൾ ചാർട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ യു വിൽ സീ ദാറ്റ് ചേഞ്ച് ഇൻ ദ ചാർട്ട്. ടെക്നിക്കൽ സൈഡിൽ ആ ഒരു ചേഞ്ച് കാണാൻ പറ്റും. അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു ന്യൂസ് വരിക മാർക്കറ്റിൽ ആ ഡംപ് സംഭവിച്ചതിന് ശേഷമാണ്. അപ്പോൾ ആ ഡംപ് സംഭവിച്ചതിനേക്കാളും ഏകദേശം 1 മണിക്കൂർ മുമ്പാണ് ഈ ന്യൂസ് വന്നിരിക്കുന്നത്. ആൻഡ് ആ ഒരു ന്യൂസ് വന്നതിന് ശേഷം മാർക്കറ്റിൽ ഇനി അടുത്ത മൂവ്മെന്റ് സംഭവിക്കാൻ പോണത് 31K സപ്പോർട്ടിൽ എടുത്തതിന് ശേഷം വീണ്ടും ബൗൺസ് ബാക്ക് ചെയ്യും. ദാറ്റ് ഈസ് 20-23 ലാഖിന് മുകളിലേക്ക് സപ്പോർട്ട് എടുത്തതിന് ശേഷം വീണ്ടും ബൗൺസ് ബാക്ക് ചെയ്യും. സോ യു നോ വേർ ദ ചാർട്ട് വിൽ ഗോ. ഇഫ് യു നോ വേർ ദ ചാർട്ട് വിൽ ഗോ, then you know how to enter, when to enter. So I will show you the chart in INR and USDT. ഇത് ബിറ്റ്കോയിന്റെ വാസറെക്സിലെ INR പെയറിലെ ഡെയിലി ടൈം ഫ്രെയിമിലെ ചാർട്ടാണ്. ആൻഡ് ഇപ്പോഴത്തെ പ്രൈസ് 25,21,000 rupees-ലാണ് ഇപ്പോഴത്തെ പ്രൈസ് നിൽക്കുന്നത്. ആൻഡ് ആഫ്റ്റർ ദിസ് വൺ ഐ വിൽ ഷോ യു ദി USDT ചാർട്ട് ഇൻ ബിനാൻസ്. സോ നമുക്കൊരു മേജർ സപ്പോർട്ട് ലെവൽ ഉണ്ടായിരുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 25,60,000 rupees ആയിരുന്നു. ആൻഡ് ഐ വിൽ ഷോ യു ദാറ്റ്. സോ നമുക്ക് ഈ ടെക്നിക്കൽ സൈഡ് അറിയുമെങ്കിൽ നമുക്ക് അടുത്ത സപ്പോർട്ടും അടുത്ത റെസിസ്റ്റൻസും ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ ലെറ്റ് മീ നോ യുവർ കൺസേൺസ്. നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. കമന്റ് ബോക്സിൽ നിങ്ങളുടെ കൺസേൺസ് രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോയിന്റ്സും നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും രേഖപ്പെടുത്താം. സോ 25,65,000 കണ്ടിൽ ഇപ്പോൾ ഇതുപോലെ ഒരു സപ്പോർട്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിരുന്നത്. ആ സപ്പോർട്ടിൽ ബ്രേക്ക്ഔട്ട് സംഭവിച്ചതിന് ശേഷം മാർക്കറ്റിൽ പ്രൈസ് ഡംപ് ചെയ്തിരിക്കുന്നു. ആൻഡ് അഗെയിൻ നമ്മുടെ ലീസ്റ്റ് സപ്പോർട്ട് ആയിട്ടുള്ള 23-24 ലാഖിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. സോ ഇപ്പോൾ ഓൾറെഡി വീണ്ടും ഇതിന്റെ ഒരു വിക്ക് കാണാൻ പറ്റും. ഏകദേശം ഒരു 24,80,000 വീണ്ടും സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും പതുക്കെ ബൗൺസ് ബാക്ക് ചെയ്യുന്നുണ്ട്. സോ ഓൺ ദ ഡെയിലി ടൈം ഫ്രെയിം ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല രീതിയിൽ മൂവ്മെന്റ് സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഒരു ലോവർ ഹൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിരുന്നു. ആൻഡ് അത് കീപ്പ് അപ്പ് ചെയ്ത് പോയിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഈ 28 ലാഖ് എല്ലാം വിത്തിൻ നോ ടൈം ബ്രേക്ക്ഔട്ട് ആയേനെ. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ നടന്നിരിക്കുന്ന ഈ ഷോർട്ട് സെൽ എല്ലാം തന്നെ ഇത് വെയിൽസിന്റെ ഗെയിം ആണെങ്കിൽ കൂടി ഇപ്പോൾ റീറ്റെയിൽ ട്രേഡേഴ്സ് ആണ് മാർക്കറ്റിൽ കൂടുതലായിട്ടുള്ളത്. അതായത് വളരെ ചെറിയ എമൗണ്ടിന് വിൽക്കുകയും വാങ്ങുകയും ട്രേഡ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരുടെ ഗെയിമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അപ്പോൾ ഇതിന് നല്ല ഒരു ഡ്രാസ്റ്റിക് മൂവ്മെന്റ് വരണം എന്നുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് ടൈം സംസാരിച്ച പോലെ ജൂലൈ ഈസ് ഗോണ ബി എ ഹിസ്റ്റോറിക്കൽ മന്ത് ഫോർ ബിറ്റ്കോയിൻ. ആ വീഡിയോ വാച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ഔട്ട്. ഞാൻ ഐ ബട്ടണിൽ ആ വീഡിയോ കൊടുക്കാം.
ആൻഡ് യു വിൽ നോ വാട്ട് വിൽ ഹാപ്പൻ ടു ബിറ്റ്കോയിൻ ഇൻ ദിസ് മന്ത്. ഈ മാസത്തിൽ ബിറ്റ്കോയിൻ എന്ത് സംഭവിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റുന്നതാണ്. ആൻഡ് യെസ്, ആ ഒരു ലോവർ ഹൈറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് പോയിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ബിറ്റ്കോയിൻ നല്ലൊരു മൂവ്മെന്റ് കാണാൻ പറ്റും. നമുക്കൊരു മേജർ റെസിസ്റ്റീവ് ഏരിയ എന്ന് പറയുന്നത് 30 ലാഖിനും 31 ലാഖിനും മുകളിലേക്കാണ്. സോ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ പ്രൈസ് കറക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ നമുക്കൊരു സ്ട്രോങ് സപ്പോർട്ട് ഈ പ്രൈസിൽ എടുത്തിട്ടുണ്ടെങ്കിലും ഇത് ഡെയിലി ടൈം ഫ്രെയിമിൽ ചാർട്ടാണ്. നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ നമുക്ക് എങ്ങനെയാണ് ചാർട്ടിലെ മൂവ്മെന്റ്സ് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ബിക്കോസ് ഇവിടെ ഒരു കീ ലെവൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ കീ ലെവൽ സപ്പോർട്ട് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇറങ്ങിയിട്ടുള്ളത്. ആൻഡ് യെസ്, വി ആർ സീയിങ് ഗ്രീൻ ക്യാൻഡിൽ നൗ. ഇപ്പോൾ ഏകദേശം 24,80,000 ഗ്രീൻ ക്യാൻഡിൽ കാണുന്നുണ്ട്. ആൻഡ് ലെറ്റ്സ് സീ ആ സപ്പോർട്ട് എവിടെ നിന്നാണ് വന്നതെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ അറൗണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിന്നാണ് ആ സപ്പോർട്ട് വന്നിരിക്കുന്നത്. ആൻഡ് ആ ഒരു ബ്ലൂവിലെ ഞാൻ കുറച്ചും ഡാർക്കൺ ചെയ്ത് കാണിച്ചു തരാം. ആ ഒരു പ്രൈസ് റേഞ്ചിൽ സപ്പോർട്ട് എടുത്ത് വീണ്ടും ബൗൺസ് ബാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വീണ്ടും 26,80,000 ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇപ്പോൾ ഇന്നത്തെ ഒരു 4 hour ക്യാൻഡിൽ ഒരു ക്യാൻഡിലും കൂടി 25 lakhന് മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് ആയി കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ എൻ്റർ ആകാൻ പറ്റുന്ന ഒരു മൊമെന്റ് ആണ്. അതർവൈസ് നിങ്ങൾ ആ ക്യാൻഡിൽ കാണാതെ എൻ്റർ ആയി കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റിൽ ഡംപ് വരാനും 24 lakhലേക്ക് വീണ്ടും ഡിപ്പ് വരാനുമുള്ള ചാൻസ് ഉണ്ട്. സോ ഇത് റിയൽ ടൈമിൽ യൂസ് ചെയ്യേണ്ട ഒരു ഗ്രാഫാണ്. നിങ്ങളുടെ അനാലിസിസ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എടുക്കണം. സോ ലെറ്റ് മീ ഷോ യു ദി നെക്സ്റ്റ് USDT ചാർട്ട്. ബിനാൻസിൽ BTC USDT പെയറിൽ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് 32,541 USDT ആണ്. ആൻഡ് ലൈക്ക് ഐ ടോൾഡ് യു, ഒരു സ്ട്രോങ് സപ്പോർട്ട് എടുത്ത ഒരു പ്രൈസ് റേഞ്ച് ആണിത്. സോ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഞാൻ ബിറ്റ്കോയിൻ്റെ കേസിൽ ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 32,500 USDTയിൽ ഞാൻ ഓൾറെഡി ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. ബിറ്റ്കോയിനിൽ ചെറിയൊരു എമൗണ്ടിന് ഞാൻ ബൈ ചെയ്തിട്ടുണ്ട്, അറൗണ്ട് 110 USDT. ബിക്കോസ് ഇവിടുന്ന് ഇനി വരാൻ പോകുന്ന ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ബിറ്റ്കോയിൻ്റെ കേസിൽ നല്ല രീതിയിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള പമ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ഒരു സപ്പോർട്ട് എടുത്തതായിട്ട് ഞാൻ ഓൾറെഡി ലാസ്റ്റ് ടൈം ഫ്രെയിമിൽ വാച്ച് ചെയ്തപ്പോൾ കണ്ടിരുന്നു. സോ ഈ ഗ്രീൻ ക്യാൻഡിൽ സപ്പോർട്ട് എടുത്തുകൊണ്ട് തന്നെ വീണ്ടും നമുക്ക് ഒരു ഡ്രാസ്റ്റിക് മൂവ്മെന്റ് 33ലേക്ക് ബൗൺസ് ബാക്ക് ഉണ്ടാവുന്നതായിട്ട് പ്രതീക്ഷിക്കാം. ആൻഡ് ഇഫ് ഇൻ കേസ് ബൗൺസ് ബാക്ക് സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഹോൾഡിങ്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വെച്ചിട്ട് സെൽ ഓഫ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ സ്റ്റോപ്പ് ലോസ് നിൽക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 32,200 USDTയിലാണ്. ബിക്കോസ് ആ ഒരു പുതിയ എന്താ പറയുക സപ്പോർട്ട് റേഞ്ച് 4 hour എടുത്തിട്ടുണ്ട്. ക്യാൻഡിൽ ഈസ് ക്ലോസിംഗ് എബവ് 32,478 നിങ്ങൾക്ക് ഈ കാണാൻ പറ്റുന്ന പ്രൈസിൽ ക്ലോസ് ആയിട്ടുണ്ട്. എന്തായാലും ആ റേഞ്ചിൽ ഒരു സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ യു സീ ദിസ്. സോ ആ പ്രൈസിൽ ഒരു സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ആൻഡ് ഓഫ് കോഴ്സ് വീണ്ടും ഒരു 33,800 USDTയിലേക്ക് ബൗൺസ് ബാക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഒരുപാട് പേര് യൂഷ്വലി ചോദിക്കാറുള്ള ഒരു സംശയമാണ് ഈ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഈ മൂവ്മെന്റ്സ് വെച്ചുകൊണ്ട് നമുക്ക് ഏത് കോയിൻസ് നമുക്ക് മേടിക്കാൻ പറ്റും, ഏത് കോയിൻസ് എപ്പോൾ നമുക്ക് എൻ്റർ ആവാൻ പറ്റും, അതുപോലെ തന്നെ ഏത് കോയിൻസ് നമുക്ക് ഇൻട്രാഡേ ട്രേഡിനും അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡിനും യൂസ് ചെയ്യാൻ പറ്റും. സോ ലെറ്റ് മീ ക്ലിയർ ദാറ്റ് ഡൗട്ട് ടു യു. ബിക്കോസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പലവരും ചോദിച്ചു കണ്ടിട്ടുള്ള സംശയമാണ്. സോ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ലെറ്റ് മീ നോ. നിങ്ങൾക്ക് വേണ്ട ഡൗട്ട്സുകൾ കാര്യങ്ങൾ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. നിങ്ങൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന 2 കോയിൻസ് ബിറ്റ്കോയിനും എതേറിയമാണ്. അത് കഴിഞ്ഞാൽ ബിനാൻസും നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. അതല്ലാതെയും ആഡയും മാറ്റിക്കും അതുപോലെയുള്ള മറ്റു പല കോയിൻസും നിങ്ങൾക്ക് ഫണ്ടമെന്റൽസ് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബൈ ചെയ്യാനും ഇൻട്രാഡേ ചെയ്യാനും സ്വിംഗ് ചെയ്യാനും സാധിക്കുന്നതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഒരു കോയിനിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ഇൻട്രാഡേ ചെയ്യുന്ന സമയത്ത് ബിറ്റ്കോയിൻ എന്ന് പറയുന്ന കോയിനെ ബന്ധപ്പെട്ടുള്ള പ്രൈസ് റേഞ്ച് ആക്ഷൻസ് ആണ് ഏത് ആൾക്കോയിനും സംഭവിക്കുന്നത്. സോ നിങ്ങൾ ആദ്യം ബിറ്റ്കോയിനെ കുറിച്ച് അനലൈസ് ചെയ്യണം, ബിറ്റ്കോയിൻ്റെ ഫണ്ടമെന്റൽസ് നോക്കണം, ബിറ്റ്കോയിൻ ടെക്നിക്കൽസ് നോക്കണം. അതിനുശേഷം വേണം നിങ്ങൾ ആൾട്ട് കോയിൻസിലേക്ക് മാറാനായിട്ട്. കാരണം ബിറ്റ്കോയിനിൽ ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും ആൾട്ട് കോയിൻസിലും റിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. പേഴ്സണലി ഞാൻ ബിറ്റ്കോയിനിലും എതേറിയത്തിലും അതുപോലെ ലാർജ് മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കോയിൻസിലും മാത്രം ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. ബിക്കോസ് ഫ്രം മൈ പാസ്റ്റ് എക്സ്പീരിയൻസ് നമ്മൾ ലോവർ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലാഭം ഉണ്ടാവാനും അതുപോലെ തന്നെ ഹൈ ലോസ് ഉണ്ടാവാനുമുള്ള സാധ്യതയുണ്ട്. സോ മിനിമൈസ് യുവർ ലോസ്, മാക്സിമൈസ് യുവർ പ്രോഫിറ്റ് എന്നൊരു സ്ട്രാറ്റജിയാണ് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് മൈ പെർസ്പെക്റ്റീവ് when you comes to intraday trading and everything. So സ്വിംഗ് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഫണ്ടമെന്റൽസ് എടുത്തുകൊണ്ട് അൾക്കോയിൻസ് പ്രിഫർ ചെയ്യുക. നല്ല പ്രോജക്ട് ഡ്രിവൺ ആയിട്ടുള്ള അൾക്കോയിൻസ് മാത്രം പ്രിഫർ ചെയ്യുക. അതല്ലാതെ മാർക്കറ്റിൽ പുതുതായിട്ട് എക്സ്പ്ലോർ ആയി വരുന്ന കോയിൻസിലേക്ക് നിങ്ങൾ ഒരിക്കലും ഇൻട്രാ ചെയ്യാനോ സ്വിംഗ് ചെയ്യാനോ നിൽക്കാതിരിക്കുക. ദാറ്റ് ഈസ് ലൈക്ക് ബൈയിങ് എ ലോട്ടറി. നിങ്ങൾക്ക് കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഊട്ടി.
ടു ബി ഓണസ്റ്റ്, ഇൻട്രാഡേ ചെയ്യാനും സ്വിംഗ് ട്രേഡ് ചെയ്യാനും എല്ലാം ബെസ്റ്റ് മാർക്കറ്റ് ക്യാപ്പ് ഹൈയിൽ നിൽക്കുന്ന കോയിൻസ് ആണ്. ബിക്കോസ് അവരുടെ പ്രൈസ് ആക്ഷൻസ് എല്ലാം തന്നെ കുറച്ച് സ്റ്റേബിൾ ആയിരിക്കാം, വോളറ്റിലിറ്റി കുറവായിരിക്കാം, കമ്പാരിറ്റീവ്ലി വോളറ്റിലിറ്റി വളരെ കുറവായിരിക്കാം. ഇറ്റ് വിൽ ടേക്ക് എ ടൈം. ഒരു ബോറിംഗ് സ്ട്രക്ചറായിട്ട് കാണാൻ പറ്റും അല്ല, ബിറ്റ്കോയിൻ്റെ കേസ് എടുക്കുമ്പോൾ വളരെ ബോറിംഗ് ആണ്, കാരണം മാർക്കറ്റിൽ ഉണ്ടാകുന്ന മൂവ്മെൻറ്റ്സ് അതുപോലെ തന്നെയാണ്. സോ ആ ഒരു ബോറിംഗ് മൂവ്മെൻ്റ് ആണെങ്കിൽ കൂടി നമ്മൾക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ടുള്ള സമയം ബിറ്റ്കോയിൻ്റെ ചാർട്ട് തരും. നമുക്ക് എൻട്രി ചെയ്യാനും എക്സിറ്റ് ചെയ്യാനുമായിട്ടുള്ള സമയം ബിറ്റ്കോയിൻ്റെ ചാർട്ട് തരും. മറ്റുള്ള കോയിൻസിൻ്റെ പ്രൈസ് റേഞ്ചുകൾ അങ്ങനെയല്ല. ആ ഒരു ഡിസിഷൻ മേക്കിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ മിനിമൈസ് യുവർ ലോസ്, മാക്സിമൈസ് യുവർ പ്രോഫിറ്റ്. ആൻഡ് ദിസ് ഇസ് യുവർ ക്രിപ്റ്റോ മാസ്റ്റർ signing off from Crypto Tribe. I will be seeing you very soon. Godspeed.